നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്നെ സാറ് വന്നിട്ടുള്ള പോസ്റ്റർ പരസ്യമായി കീഴിൽ കളഞ്ഞിട്ട് മറ്റു പോസ്റ്റർ ഒട്ടിക്കുന്നു. അന്നേ ഇതിനെ തടയിടേണ്ടതല്ലായിരുന്നു. ഞാനല്ലല്ലോ കീറിയത്. അത് കീറിയത് ആ സ്ഥാനാർത്ഥി നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുറക്കാട്ടെ അശോകനല്ലേ, എൽ സി സെക്രട്ടറി, അവരല്ലേ കീറിയത്, അയാളല്ലേ കീറിയത് അശോകൻ. അതൊന്നും സ്ഥാനാർത്ഥി തോക്കണം എന്നുള്ളതാണ് അയാൾ കീറിച്ചതാ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് അങ്ങനൊന്നും തടയിടാൻ പറ്റില്ല. ഇതൊരു പ്രവണതയാണ്. ഇത് തടയിടണമെങ്കിൽ സജി ചെറിയാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉത്തരവാദിത്വം നിർവഹിക്കുകയും ആലപ്പുഴയിൽ വരികയും ഇവിടെ നടക്കുന്ന കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം വായിക്കുകയും എന്റെ അച്ഛനെ വിളിച്ച എന്തിനാണ്, എന്റെ അച്ഛൻ ഇത് വിളിച്ചു. അപ്പൊ ഇത് രാഷ്ട്രീയമല്ല, സംഘടിതമായി തീരുമാനം. പിന്നെ ഇവരെല്ലാം നമ്മൾ തിരിച്ചു വിളിക്കാനൊക്കത്തില്ല, ഇത് ബ്ലോക്ക് ചെയ്ത് അവരെ വിളിക്കാനൊക്കത്തില്ല. അപ്പം കാൽക്കുലേറ്റ് ചെയ്തല്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഈ അനാവശ്യം എഴുതുന്ന പറഞ്ഞാൽ ഒന്നും ഫോൺ തിരിച്ചു വിളിക്കാനൊക്കത്തില്ല, ബ്ലോക്ക് ചെയ്യാന്നാണോ പറയുന്നത്? തിരിച്ചു വിളിക്കാനൊക്കാതെ ചെയ്ത് മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുക. അവർ 15 പേരാ. അവർ വേറെ പേരിൽ ഇടുന്നുണ്ട്. പിന്നെ എയുടെ സഹായത്തോടുകൂടി എനിക്കെതിരെ പോസ്റ്റ് ഇടും. ഇങ്ങനെ ഒരു ഇത്രേ കാണത്തുള്ളൂ. എന്റെ ഒരു ഫോട്ടോയും വെക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ സതീശന്റെ 114 സീറ്റും കിട്ടും. എവിടെ പറഞ്ഞത്? ഇത് വെറുതെയാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, ഇത് വെറുതെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ അടിയിൽ കമന്റ് ഇടുക. ആര്? നമ്മുടെ ഷാജു, ജില്ലാ കമ്മിറ്റി മെമ്പർ. ഇല്ലാത്തൊരു കാര്യത്തിൽ പറയാത്തൊരു കാര്യത്തിൽ കമന്റ് ഇടുമ്പോൾ ചർച്ചാ വിഷയമായില്ലേ? അതുകൊണ്ട് ഞാൻ വിമർശിച്ചതാ. ഷാജുവിന് വിഷമമുണ്ടായെന്ന് തോന്നുന്നു. കാരണം ഷാജുവിന്റേതുണ്ട്. അപ്പൊ അത് ഞാൻ ഖേദിക്കുന്നു. ഷാജു ചീത്ത പറഞ്ഞല്ല. ഷാജു എക്കാരുണ്ടാക്കിയ കൃത്രിമമായ പോസ്റ്റിന്റെ കമന്റ് ഇടാനേ പാടില്ല. അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് വിഷമമുണ്ടായത് ഞാൻ ഇന്നും പത്രത്തിൽ വായിച്ചു. ഞാനത് ഖേദിക്കുന്നു. പറയേണ്ടി വന്ന അതിന്റെ അടിയിൽ ഒന്നും കമന്റ് ഇടരുത്. അയാൾക്ക് വേണേ പറയാം, ഡി സുധാകരനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കും. അത് പറയത്തില്ല എല്ലാവരും. അത്രയേ ഉള്ളൂ. അല്ല ഷാജുവിന്റെ പറ്റി വേറെ എനിക്ക് ആക്ഷേപമൊന്നുമില്ല. 114 അദ്ദേഹത്തോട് ചോദിക്കണം എന്താ കാര്യം. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉൾപ്പെടി തോന്നി കാണും. 72 കാര്യമാണ് പറയുന്നത്. ഏത്? ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ വെച്ച റിപ്പോർട്ടിന്മേൽ വൾഗർ ക്രിറ്റിസിസം നടത്തി. പറയാൻ പാടില്ലാത്ത കാര്യമാണ്. വാക്കുകൾ ഉപയോഗിച്ചു. ട്രാക്കുള എന്നൊക്കെ വിളിച്ചു. മനസ്സിലായില്ലേ? ട്രാക്കുള. എന്നെ ട്രാക്കുള എന്ന് വിളിച്ചാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് എന്നെ സഭയുടെ. ഞാൻ നമ്മൾ സാഹിത്യം പഠിച്ച ആൾ കൂടിയല്ലേ, രക്തം ഊറ്റി കുടിക്കുന്ന ആള്, അറിയാലോ. ഞാനതിന് മറുപടി പറഞ്ഞു. അത്രയേ ഉള്ളൂ. അവിടെ വെച്ച് തീർന്നു. പുള്ളി ഇപ്പോഴും ഓർത്തിരിക്കാറ്. പുള്ളി സെക്രട്ടേറിയറ്റ് മെമ്പറായി, കേന്ദ്ര കമ്മിറ്റി മെമ്പറായി. എനിക്കിതിനൊക്കെ അവസരം ഉണ്ടായിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ എന്നോടൊരു സഹാനുഭൂതി അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത്. അതേ പറയാനുള്ളൂ. മതി. എനിക്ക് എങ്ങനെ അറിയാം? പിന്നെ എല്ലാ പേജിലും റിപ്പോർട്ടില്ല. ജി സുധാകരൻ ഞാൻ റിപ്പോർട്ട് വിളിച്ചിട്ടുണ്ട്. പറയേണ്ടടുത്ത് പറയും. സ്റ്റേറ്റ് സെക്രട്ടറി പങ്കെടുത്ത പരിപാടികളെ പറ്റി പറയുമ്പോൾ ഞാൻ പങ്കെടുത്തെന്ന് പറയണ്ട. പിന്നെ അല്ല അങ്ങനെ. അതിനെന്താ? അതൊക്കെ എന്താ കൊച്ചു കാര്യമല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട ഇതൊക്കെ എന്തിനാണ് ഈ കൊച്ചു കാര്യങ്ങളിലൊക്കെ പോകുന്നത്? കേന്ദ്ര കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന ആളല്ലേ. അപ്പം എന്നെ എന്തും പറയാം. ആ അന്തരീക്ഷം നിലനിൽക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് ചെറുതായിട്ട് പാലക്കാട്ടേക്കോ ട്രിവാൻഡ്രത്തേക്കോ വേറെ ആരും പറഞ്ഞില്ലല്ലോ. 100ഓളം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരിൽ സ്റ്റേറ്റ് കമ്മിറ്റി പാലിനില്ല. ഒരാളും പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ ആകെ പറഞ്ഞത് ഒരാളൊറ്റമാണ്. വേറെ ആരും പറഞ്ഞില്ലല്ലോ. ജില്ലാ കമ്മിറ്റി 50 പേരുള്ളത് പറഞ്ഞത് 3 പേരാണ്. 16 ഏരിയയിലായി 20 പേര് വെച്ച് 320 എ സി മെമ്പർമാരിൽ പറഞ്ഞത് 2 പേരാണ്. 10,000 എൽ സി മെമ്പർമാരുണ്ട്. അതിൽ പറഞ്ഞത് 4 പേരാണ്. അപ്പൊ പാർട്ടിയിലെ സഖാക്കൾ ഭൂരിപക്ഷം ഒന്നും പറയത്തില്ല. ഇവരൊരു ഗ്യാങ്ങാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഗ്യാങ്ങിനെ തുറന്നു കാണിക്കും. എ കെ ബാലൻ അതിനകത്തൊന്നുമില്ല. നിങ്ങൾ വെറുതെ സജി ചെറിയാന്റെ ജില്ലയിലല്ലേ നടക്കുന്നതിന്. ഇപ്പൊ അദ്ദേഹം വന്ന കണ്ടില്ലേ? വൃത്തികേട് കാണിച്ചവരെ വിമർശിക്കാതെ അവരോട് പറഞ്ഞു തീർക്കാമെന്ന്. അത് പുള്ളിയുടെ ആൾക്കാരാണെന്നാണോ അതിന്റെ അർത്ഥം? മുമ്പ് ഞാൻ പറഞ്ഞു തീർത്തതാണ്. അപ്പൊ മനസ്സിലായല്ലോ. അതാ പറഞ്ഞത്. പറയാനറിയില്ല. പറയാനറിയാവുന്ന എന്നോട് ഏറ്റുമുട്ടാൻ പറ്റരുത്. പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയി ചർച്ച ചെയ്ത് നടപടിയെടുക്കുന്നതാവേ ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് പറ. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിന്റെ പകുതി ഞാൻ പറഞ്ഞിട്ടില്ല പാർട്ടിക്കകത്തെ അപജയത്തെ പറ്റി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ പാർട്ടിക്കകത്തെ അപജയത്തെ പറ്റി? ആ ഗോവിന്ദൻ മാസ്റ്റർ അവർ കഷ്ടപ്പെടുത്തുകയല്ലേ സഹിച്ചവരും എല്ലാവരും കൂടി. പറ. അദ്ദേഹം സംഘടനാപരമായി വളർന്നു വന്ന ഒരു സഖാവല്ലേ.
മറ്റു സുഖിക്കാനും ആളെ റോളെ കൈയിട്ടിട്ട് അങ്ങനെ അനാവശ്യമായി ലോകം പറയുന്നതാണ്. സീരിയസ് മാനാണ് അദ്ദേഹം, എനിക്കറിയാം. അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുകയല്ലേ ഇവരെ. ഈ പാർട്ടി എങ്ങനെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതിലല്ലേ അദ്ദേഹം ശ്രമിക്കുന്നത്.